സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകി ഹണി റോസ്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട 27 പേർക്കെതിരെയാണ് പരാതി. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നേരത്തെ ഒരു പ്രമുഖ വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ നിയമസാധുതകൾ തേടി എന്നത് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? രേണുക, ഈ സൈബർ ആക്രമണത്തെ തുടർന്നാണ് ഹണി റോസ് കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അത് കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് ഇട്ട 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പ്രമുഖ വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി പരിഹസിക്കുന്ന പ്രമുഖന് മുന്നറിയിപ്പുമായിട്ട് നേരത്തെ ഹണി റോസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടു. പിന്നീട് അയാളുടെ ഒരു സ്ഥാപനത്തിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരതിലൂടെ വ്യക്തമാക്കുന്നുണ്ടായി. സാധാരണയായി ഇത്തരത്തിൽ മാനസിക വൈകല്യമുള്ളവരെ പുച്ഛത്തോടെ അവഗണിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഹണി റോസ് നേരത്തെ അറിയിച്ചത്. തുടർന്നാണ് ഈ കമന്റുകൾ, അശ്ലീല കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ വന്നതും അതിന് എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹണി റോസ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നതും അതായത് ഫേസ്ബുക്കിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നതും. തുടർന്ന് നേരത്തെ തന്നെ ഈ ഇവരുടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പൊ 27 പേർക്കെതിരെ ഈ അശ്ലീല കമന്റിനെതിരെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോയി പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹണി റോസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ആജ്ഞ, ഇതിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ, തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹണി റോസ്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രമുഖ വ്യക്തിക്കെതിരായ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല സ്ത്രീവിരുദ്ധമായ കമന്റുകൾ അത് ചൂണ്ടിക്കാണിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതിരുന്നത് അത്തരം പരാമർശങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് ചില അടുപ്പമുള്ളവർ ചോദിച്ചു. ഇതേ വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ താൻ പോയില്ല, പ്രതികാരം എന്നോണം താൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് പറയുകയും ചെയ്യുന്നു എന്നായിരുന്നു ആ പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ട സാഹചര്യത്തിലാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുകയാണ്. ആജ്ഞ, പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? രേണുക സൂചിപ്പിച്ചതുപോലെ 27 പേർക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ട് അതിലുള്ള അന്വേഷണം ഉടൻ തന്നെ തുടങ്ങുകയാണ്. അന്വേഷണം തുടങ്ങിയതായിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോട് അത്തരത്തിലാണ്. അത് സൈബർ സെല്ലിന് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട അശ്ലീല കമന്റിട്ട ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഹണി റോസ് ഈ ഒരു വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ, നിയമപരമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അവരെ അല്പം മുമ്പ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പരാതിയിൽ ഉടനടി നടപടി കൈക്കൊള്ളാനുള്ള നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, എന്തായാലും നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു നടി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ന് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിന് താഴെയും സൈബർ ആക്രമണവുമായി എത്തിയവർക്കെതിരെയാണ്
ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് പോലീസ് അറിയിക്കുന്നു.